ശ്രീ സി കെ ഷാക്കിർ, ഇവിടെ ഇന്ന് എൽ ഡി എഫിന്റെ പ്രതികരണങ്ങൾ വന്നത്, നേതാക്കളുടെ പ്രതികരണം വന്നത് ഇതൊരു പ്രവചന വ്യായാമം മാത്രമാണ് എന്നുള്ളതാണ്. ഇപ്പോഴും എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നുണ്ട് ഭരണത്തിലേക്ക് എത്താമെന്ന്. നിങ്ങൾ പക്ഷേ മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോൾ അതിന്റെ ഔന്നത്യത്തിൽ എത്തിക്കഴിഞ്ഞു. കാരണം ലീഗ് സതീശന് പിന്തുണയും നൽകിയിരിക്കുകയാണല്ലോ. അല്ല, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും നമ്മളും ശരിവെക്കുന്നില്ല. നേരത്തെ ചർച്ചയിൽ ഇവർ പറഞ്ഞതുപോലെ പിന്നെ വോട്ടെടുപ്പും അതിൻ്റെ കൗണ്ടിങ്ങൊന്നും ആവശ്യമില്ലല്ലോ. ഒരു കാര്യം തീർത്ത് പറയാം, 100-ൽ അധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണി 4-ാം തീയതി കേരളം ഭരിക്കാൻ ജനങ്ങൾ അവർക്ക് അവസരം നൽകും. അതിൽ വലിയ പ്രതീക്ഷയിലാണ്. അത് ശ്രീ വി ഡി സതീശൻ പറഞ്ഞതുപോലെ അതിൽ നിന്ന് പിറകോട്ട് പോകേണ്ട ഒരു സാഹചര്യവും യു ഡി എഫിന് ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഓരോ ദിവസവും നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. IAS ഉദ്യോഗസ്ഥർ, റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരുടെ കടുത്ത കൊള്ളയും അഴിമതിയും സ്വജനപക്ഷപാതവും ഇവരുടെ കേരളത്തെ പിറകോട്ട് നയിച്ചതിൻ്റെ ഒക്കെ തെളിവുകൾ ഓരോ ദിവസവും പുറത്തുവിടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ CPM പോലും എന്താ പറയുക, ഇത് എഴുതി തെളിയിട്ടുണ്ട്. CPM ഇവിടെ കേരളത്തിൽ ഭാവിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് അവർ പോലും കണക്കുകൂട്ടിയതാണ്. നിങ്ങൾ നോക്ക്, മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ ചാനലുകളും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട് എന്ന് പറയുന്നു. അത് ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്, ഏകാധിപത്യമല്ല. എന്നാൽ നിങ്ങൾ നോക്ക്, പ്രതിപക്ഷ നേതാവായി ആരാണ് വരിക എന്ന് ഇവർ പരിഗണിക്കാൻ വെച്ചിട്ടുള്ള 4 പേരുകളുണ്ട്. ഈ 4 പേരുകളും ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് സംശയമാണ്. P. രാജീവ് കളമശ്ശേരി തോൽക്കുമെന്നാണ് അവർ വിലയിരുത്തുന്നത്. മന്ത്രി റിയാസ് ബേപ്പൂരിൽ തോൽക്കുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. TP രാമകൃഷ്ണൻ 22,000 വോട്ടിന് ജയിച്ചിട്ടുള്ള പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലി എന്ന് പറയുന്ന യൂത്ത് ലീഗ് നേതാവിനോട് തോൽക്കുമെന്നുള്ള ഭയപ്പാടോടെയാണ് അവർ കരുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രതിപക്ഷ നേതാവായി കാണുന്ന ആളുകളെ പോലും ഇവർക്ക് ജയിക്കുമോ എന്ന ആശങ്കയിലേക്ക് CPM എത്തിയിട്ടുണ്ടെങ്കിൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ആരാണ് എന്ന് തർക്കിക്കുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് താങ്കൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമൊന്നുമല്ലല്ലോ, അത് പിടിവലിയാണ്, തമ്മിൽ തല്ലാണ്. അല്ല മനുഷ്യ, ഓക്കെ, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വേദിയിൽ, ഏതെങ്കിലും ഒരു യോഗത്തിൽ കോൺഗ്രസിന്റെ ആരെങ്കിലും മുഖ്യമന്ത്രിക്ക് വേണ്ടി തർക്കമുണ്ടായോ? ഏതെങ്കിലും കാലത്ത് നമ്മൾ മഞ്ജുഷ് വളരെ അഭിപ്രായ വ്യത്യാസവും തമ്മിൽ തല്ലും പരസ്യമാക്കുകയില്ലല്ലോ. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നു ഇതേ കാര്യം തന്നെയാണല്ലോ. സതീശനെതിരായിട്ട് പോസ്റ്ററുകൾ അത് ഇടതുപക്ഷം ചെയ്യുന്നതാണല്ലോ, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതാണോ? അല്ലല്ലോ, സ്വന്തം പടയിൽ നിന്ന്, പാളയത്ത് നിന്നാണ് ഈ പടയെല്ലാം വരുന്നത്. പറയട്ടെ. അതെ, ഇന്ന് പുലർച്ചെ 3:30 ഇന്ന് പുലർച്ചെ 3:30 വി ഡി സതീശന്റെ ഫോട്ടോ വെച്ചിട്ട് ഫ്ലെക്സ് പതിക്കുന്നത് CPM-ന്റെ പ്രാദേശിക നേതാവാണെന്ന് CCTV പുറത്തു വന്നത് കണ്ടോ? നിങ്ങൾ കണ്ടോ? വരാപ്പുഴ ഭാഗത്ത്. അത് ഇവര് മനസ്സിലാക്കിയത് കേരളത്തിലെ എല്ലാവരും വെറുതെ അല്ല ഇവർ CCTV-ക്കും കമ്പ്യൂട്ടറിനും ഒക്കെ എതിരായിരുന്നത്. ഇവരുടെ എല്ലാ കൊള്ളരുതായ്മകളും വളരെ വ്യക്തമായി പെട്ടെന്ന് പുറത്തു വരികയാണ്. ഞാൻ ആവർത്തിച്ച് പറയാം പ്രിയപ്പെട്ട മഞ്ജുഷേ, ഈ കേരളക്കരയിൽ 10 വർഷക്കാലം കൊണ്ട് ഇവർ നടത്തിയ ദുർഭരണത്തിന് CPM-കാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കപ്പുറത്ത് ഇടതുപക്ഷത്തോട് താല്പര്യമുള്ള ആളുകളൊക്കെ ഇവർക്കെതിരാണ്. വലിയ വിഭാഗം ജനങ്ങൾ. ഇന്ന് അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ തോറ്റാൽ തല മൊട്ട അടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ കമ്മൽ വെച്ച് നടക്കുന്നു. വാർത്ത പുറത്തുവിട്ടിരുന്നോ? ഷാഹിർ ഇപ്പൊ പറഞ്ഞ കാര്യം ഏതെങ്കിലും മീഡിയ ഹൗസ് പുറത്തുവിട്ടിരുന്നോ? ഏത് വാർത്തയാണ് ഇപ്പോൾ പറഞ്ഞില്ലേ പോസ്റ്റർ ഒട്ടിക്കുന്നത് CPM-കാരാണെന്നുള്ളത്? ഏതെങ്കിലും മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നോ? അതെ, ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അയച്ചിരുന്നല്ലോ ഷാക്കിർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തിനു മീഡിയ ഹൗസിന് കൊടുക്കാൻ ചെന്ത്? അവരത് വലിയ വാർത്തയാക്കിയനല്ലോ. ഏതെങ്കിലും ഒരു മാധ്യമം, കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യമാധാര മാധ്യമം അത് വാർത്തയാക്കിയിരുന്നെങ്കിൽ താങ്കൾ പറയുന്നത് ന്യായമാണ്. അല്ലെങ്കിൽ ഒരു കുക്ക്ഡപ്പ് ഫോട്ടോ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോ മഞ്ജുഷിന് അയച്ചു കൊടുക്കാം. ഞാൻ ഈ ചർച്ച കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞു. ഞാൻ സ്ഥലം ഉൾപ്പെടെ പറഞ്ഞു. CPM-ന്റെ പ്രാദേശിക നേതാവ് ഇന്ന് പുലർച്ചെ 3:30 അത് ഒട്ടിച്ചു പോകുന്നതിന്റെ പ്രാദേശിക അത് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. പ്രാദേശിക നേതാവിന്റെ പേരെന്ന് പറഞ്ഞേ, ആ പ്രാദേശിക നേതാവിന്റെ പേരറിയാമോ? ഏത് ജില്ലയിൽ വരാപ്പുഴയിലെ ഏത് ബ്രാഞ്ചിലെ ഏത് പ്രാദേശിക നേതാവ്? എറണാകുളം ജില്ലയിൽ ഞാൻ പറഞ്ഞല്ലോ ഏത് പ്രാദേശിക നേതാവെന്ന് പറയുന്നേ.
അല്ല, അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ്, അതിന്റെ വിഷ്വൽസ് അല്ല, നിങ്ങൾ സംസാരിക്കും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ കൃത്യമായി ഞാൻ തന്നെ അയച്ചു തരാം. ആണ് കറക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ നിന്നല്ല പറഞ്ഞത്. സോഷ്യൽ മീഡിയ പറഞ്ഞതുകൊണ്ടാണ് മുഖ്യമന്ത്രിയാകാനുള്ള സതീശിന്റെ വ്യാമോഹം വിലപ്പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് സതീശിനെതിരെ ഒരു കാർട്ടൂൺ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് ഒരു പോസ്റ്റർ കണ്ടിരുന്നു തൊടുപുഴയിൽ. അതും അത്തരത്തിലുള്ളതാണോ? അല്ല, നിങ്ങൾ കോൺഗ്രസിന്റെ ആരെങ്കിലും, ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾ കോൺഗ്രസിൽ തമ്മിൽ തല്ല്, മുഖ്യമന്ത്രിയാവാൻ അടിയാണ്. എവിടെയാണ് അടി? ആഗ്രഹമുള്ളവരുണ്ട്, അതിനുവേണ്ടി ഒരു പക്ഷെ പരിശ്രമിക്കുന്നവരുണ്ട്, താല്പര്യം അറിയിക്കുന്നവരുണ്ട്. അതിൻ്റെയൊക്കെ കൃത്യമായ മനുഷ്യരെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ എത്രയോ കാലമായി കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കാണുന്നയാളാ. ആ 1956 മുതൽ കേരളത്തിൽ കോൺഗ്രസ് വന്ന സമയങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ ലീഡർഷിപ്പ്, നിയമസഭാ പാർട്ടി ലീഡർ ആരാണ് എന്ന് തെരഞ്ഞെടുക്കാൻ അതിന്റെ കൃത്യമായ പ്രോസസ് ഉണ്ട്. പിന്നെ നേരത്തെ മഞ്ജുഷ പറഞ്ഞൊരു കാര്യം തിരുത്തേണ്ടതുണ്ട്. ഇന്ന് ചില മാധ്യമങ്ങൾ തെറ്റായി പറയുന്ന ഒരു കാര്യമുണ്ട്, VD സതീശനെ മുഖ്യമന്ത്രിയായി ലീഗ് സപ്പോർട്ട് ചെയ്തു എന്ന്. അത് VD സതീശനാണോ, KC വേണുഗോപാലാണോ, മറ്റാരെങ്കിലും ആണോ എന്ന് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. മാത്രമല്ല, ഇന്ന് ബഹുമാന്യനായ ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങളോട് നിങ്ങൾ കൃത്യമായി ചോദിക്കുന്നുണ്ട്. അപ്പോൾ തങ്ങൾ പറയുന്ന മറുപടി നിങ്ങളൊക്കെ കാണിച്ചതാണ്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആ ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ ഒരു പക്ഷേ ഇപ്പം മുസ്ലിം ലീഗ് പോലെയുള്ള പ്രമുഖ ഘടകകക്ഷികൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ പറഞ്ഞ കാര്യം ഈ എക്സിറ്റ് പോളുകളിൽ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിൽ പിണറായി വിജയനായിരുന്നു കൂടുതൽ പേരുടെയും പിന്തുണ. തൊട്ടടുത്ത് തന്നെ VD സതീശനും വന്നു. മറ്റു കോൺഗ്രസ് നേതാക്കളൊന്നും അത്ര ജനപ്രിയരായിരുന്നില്ല എക്സിറ്റ് പോളുകളിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ ജനാഭിപ്രായം സതീശനുള്ള പിന്തുണയാണ് എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിച്ചത്. അതായത് UDFന് കിട്ടിയ ഈ ജനപിന്തുണയുണ്ടല്ലോ, അത് സതീശനുള്ള ആ ജനാഭിപ്രായം സതീശനുള്ള പിന്തുണയാണെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. അത് പിന്നെ ആ രീതിയിലേ പറയാൻ പറ്റുകയുള്ളൂ, വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ. ലീഗിന് സതീശന്റെ പിന്തുണ, സതീശന് ലീഗിന്റെ ഞാൻ ബൈറ്റ് കേട്ടോ, ഞാൻ ബൈറ്റ് കേട്ട പോലെയാണ് ഞാൻ ആ ബൈറ്റ് പറഞ്ഞത്. വികാരം ഇങ്ങനെയാണല്ലോ എന്ന് ചോദിക്കുമ്പോ അത് ചോദിക്കുമ്പോഴാണ് അല്ല മഞ്ജുഷ പറഞ്ഞുതരാം. അല്ല ഞാൻ പറഞ്ഞുതരാം മഞ്ജുഷ കൃത്യമായി. ആ ജനവികാരം VD സതീശന് അനുകൂലമാണല്ലോ എന്ന് ആദ്യം പുറത്ത് ചോദിക്കുമ്പോൾ ജനവികാരത്തിനനുസരിച്ചാണ് കോൺഗ്രസ് തീരുമാനമെടുക്കാറില്ലേ എന്ന് തങ്ങൾ തിരിച്ചു ചോദിക്കുകയാണ്. അത് സത്യമല്ല, അത് പിന്നെ വസ്തുതല്ലേ. ജനവികാരത്തിനനുസരിച്ചല്ലേ കോൺഗ്രസ് തീരുമാനം എടുക്കുള്ളൂ. എക്സിറ്റ് പോളിൽ എക്സിറ്റ് പോളിലെ ജനാഭിപ്രായം സതീശനുള്ള പിന്തുണ അല്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നല്ല പറയുന്നത്. പക്ഷേ അത് സതീശനുള്ള പിന്തുണ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്നുള്ളൂ. അത് ലീഗിന്റെ ഒരു പിന്തുണയാണ്. ലീഗ് VD സതീശിനെയാണ് പിന്തുണയ്ക്കുന്നത്, ശ്രീ CK ഷാക്കിർ. അത് ലീഗിന്റെ നേതാക്കൾ എവിടെ വേണമെങ്കിലും പറയുവാനും തയ്യാറാണ്. ഞാൻ ഒരു കാര്യം കൂടി കടത്തി പറയുകയാണ്. ലീഗിന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഇക്കാര്യം ഹൈക്കമാൻഡിനെയും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തർക്കം വരികയാണെങ്കിൽ VD സതീശനാണ് മുസ്ലിം ലീഗിന്റെ പിന്തുണ എന്നുള്ള കാര്യം ഹൈക്കമാൻഡിനെയും അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏത് വേദിയിലും വന്ന് പറയാൻ തയ്യാറാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ കാര്യമാണ്, ഞാനത് പറയുകയാണ്. അത് മഞ്ജുഷനോട് ആരോ പറഞ്ഞതെന്ന് നമുക്കറിയില്ല. അല്ല മഞ്ജുഷേ, നിങ്ങളോട് ഏതെങ്കിലും ലീഗ് നേതാവ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. മുസ്ലിം ലീഗിന്റെ ഒരു പാർട്ടി ഫോറവും അല്ലെങ്കിൽ അങ്ങനെ പരസ്യമായി തീരുമാനം ഇതുവരെ അറിയിച്ചിട്ടില്ല. ഒരു പക്ഷേ പറയേണ്ട സമയത്ത് കൃത്യമായി ഞങ്ങളുടെ നേതാക്കന്മാർ അത് പറഞ്ഞിരിക്കും. അതുവരെ നിങ്ങൾ ദയവായി ഇപ്പൊ കേരളത്തിലെ ദുർഭരണത്തിന് ജനങ്ങൾ UDFന് അനുകൂലമായിട്ട് എക്സിറ്റ് പോളുകൾ വന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ UDF മുഖ്യമന്ത്രിയെ തീരുമാനിക്കുവാനുള്ള ഓട്ടത്തിലാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൽ അങ്ങനെ ഒരു തർക്കം നടക്കുന്നു എന്ന ഒരു കോൺഗ്രസിലേക്ക് ചർച്ച വന്നതുകൊണ്ടാണ് ഇത്രയും പറയേണ്ടി വന്നത്. അതായത് ലീഗ് ഈ എക്സിറ്റ് പോളുകളെ ശരിവെക്കുകയാണ്, ലീഗും UDFും ഈ എക്സിറ്റ് പോളുകളെ ശരിവെക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ശരിവെക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ 75-80 നിൽക്കണില്ല. ഇത് 100-ലധികം സീറ്റുമായി UDFിൽ അധികാരത്തിൽ വരും. അതാണ് നമ്മളുടെ എന്താ പറയുക, ഞങ്ങൾ പീപ്പിൾസ് പോളിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഈ എക്സിറ്റ് പോളോ പ്രീ പോളോ അല്ല, പീപ്പിൾസ് പോൾ UDFിന് അനുകൂലമാണ്. അതുകൊണ്ട് അനുകൂലമാണെന്ന് മാത്രമല്ല, ഈ 10 വർഷ ദുർഭരണത്തിന് എല്ലാം നിങ്ങൾ നോക്ക്. ഞാനിപ്പോൾ കോഴിക്കോട് നിന്ന് സംസാരിക്കുന്നത്, എത്രങ്ങാനും വലിയ കൂറ്റൻ ബോർഡുകളാണ് പിണറായി വിജയൻ്റെത്. എത്ര ബോർഡുകൾ, ആയിരക്കണക്കിന് ബോർഡുകൾ, എത്ര കോടി രൂപയാണ് ഇവരിതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ആ ബോർഡ് കണ്ട CPMന്റെ പ്രവർത്തകന്മാർ പോലും അതിനെതിരെ വോട്ട് ചെയ്യും.
അത്ര ഈ കടക്കണിയിലുള്ള കേരളത്തെ വീണ്ടും വീണ്ടും കടക്കണിയിലേക്ക് തള്ളിവിടുകയാണ്. ആ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു കൊടുത്ത് അത് കൈമാറാൻ പോലും കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ആ സമയത്താണ് ഇവർ കോടിക്കണക്കിന് രൂപയുടെ PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊക്കെതിരെ ജനങ്ങളുടെ വിധിയെഴുത്താണ്. ആ പീപ്പിൾസ് പോളിന്റെ റിസൾട്ട് 4-ാം തീയതി വരും എൻ്റെ മഞ്ജുഷേ. ആ 4-ാം തീയതി 3 അക്ക സംഖ്യയിൽ UDFന്റെ ഭൂരിപക്ഷം ഉണ്ടാകും. നിങ്ങൾ എഴുതി വെച്ചോ. നമുക്ക് ഇവിടെ ഇരിക്കേണ്ടി വരും, ചർച്ചയ്ക്ക് ഇരിക്കേണ്ടി വരികയാണ്. അന്ന് നമുക്ക് ബാക്കി പറയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.